ഹലോ ഓൾ, ഇന്ന് നമുക്കൊരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ വേർഷനാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. യൂഷ്വലി സ്മോക്കി ഐ ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു പാലറ്റാണ്. അതിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അപ്പോൾ അത് ക്രീസ് ഏരിയയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ഫ്ലഫി ബ്രഷ്. ഓക്കെ, ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ടാണ്, ഐ ഷാഡോ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബിറ്റ് ഡാർക്കർ ഷെയ്ഡ്, ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ലിഡ് ഏരിയയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക, സോ ദാറ്റ് രണ്ട് ഷെയ്ഡും തമ്മിൽ നമുക്കൊരു ഡിഫറൻസ് തോന്നാൻ പാടില്ല. നല്ലപോലെ ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ഒരു മൂവ് കളർ ഷെയ്ഡാണ്, ബിറ്റ് ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ലിഡ് ഏരിയയിൽ എഗെയിൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഐ എം ടേക്കിംഗ് എ കാജൽ. ഇത് വന്നിട്ട് ലാക്മേയുടെ ഇൻസ്റ്റാ കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാജലാണ് കേട്ടോ. ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരും. ഈ ഒരു കാജൽ ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈൻ ഏരിയയിൽ ഒരു സിംഗിൾ സ്ട്രോക്ക് വെച്ചിട്ട് സ്മഡ്ജിങ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു കാജൽ നല്ലപോലെ സ്മഡ്ജ് ചെയ്യുവാണ്. ഈ ഒരു ബ്രഷ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ലൊരു ടൂളാണ്. നമുക്ക് സ്മഡ്ജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സ്മഡ്ജ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കേട്ടോ. അപ്പം അതുപോലെ ഞാൻ അടുത്ത കണ്ണിലും കാജൽ വെച്ച് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ടൈം എടുത്തിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. എന്നാലാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. സോ അതുപോലെ ഞാൻ രണ്ട് കണ്ണും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. നമുക്ക് ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയോ ഈ ഒരു സ്മഡ്ജ്ഡ് ആയിട്ടുള്ളൊരു സ്മോക്കി ലുക്ക് ഇറ്റ് വിൽ ലുക്ക് വെരി ഗുഡ് വിത്ത് സം പെയറിങ് അപ്പ് വിത്ത് സം ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആൻഡ് ഓൾ. ഇറ്റ് വിൽ ലുക്ക് വെരി നൈസ്. സോ നല്ലപോലെ ഞാൻ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോവർ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാൻ പോവാണ്. സോ എഗെയിൻ നമ്മൾ കാജലെടുത്തിട്ട് രണ്ട് കണ്ണിൻ്റെ അടിയിലും വാട്ടർ ലൈനും ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു കാജൽ എനിക്കിഷ്ടമാണ്. ആ ഒരു കൂളിംഗ് എഫക്റ്റ് നൽകുന്ന കാജലാണ് കേട്ടോ. ലാക്മേയുടെ തന്നെയാണ്. സോ ഇത് രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എഗെയിൻ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ താഴെയും ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കണ്ണൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ ഫേസിൽ നിന്ന്. പക്ഷേ ഞാനിത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. ബട്ട് ഐ ഹാവ് ഡൺ ദാറ്റ്. ഓക്കെ, സോ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറുള്ള ഒരു സ്മോക്കി ലുക്ക്, ഒരു സ്മഡ്ജ്ഡ് എഫക്റ്റ് നൽകുന്ന ബേസിക്കലി ഒരു സ്മോക്കി ലുക്കാണ്. ഐ ക്വൈറ്റ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയും എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെയും ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ബ്രൗണിൻ്റെ ഷെയ്ഡ്സ് കുറച്ചുകൂടെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാജൽ കുറച്ചുകൂടെയും തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ബട്ട് ദിസ് ഇസ് ദ വേ ഐ ഡു ഇറ്റ്. ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ്. താങ്ക് യു.